ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ മീഞ്ചന്ത യൂണിറ്റ് നടന്നിട്ടുള്ള ഒരു ഫാമിലി മീറ്റ്, അതാണ് ഇന്ന് ഞാൻ ചിത്രീകരിക്കുന്നത്. സൗഹൃദം പുതുക്കുക, നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് പോവുക. ഇത് നമ്മുടെ സ്വന്തം അതായത് നീണ്ട 60 വർഷക്കാലമായിട്ട് ഫോട്ടോഗ്രാഫി രീതിയിലുള്ള ആളാണ്. നമുക്ക് വിശേഷങ്ങൾ അറിയാം. 68 കാലഘട്ടത്തിലാണ് ഫോട്ടോഗ്രാഫി തൊഴിലെടുക്കുന്ന ഒരു സംഘടന ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ കോഴിക്കോട് രൂപം കൊണ്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് പല മാറ്റങ്ങൾ വന്ന ശേഷമാണ് 40 വർഷം മുമ്പ് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സംഘടന രൂപം കൊണ്ടത്. ഇതിനൊക്കെ തുടക്കം കോഴിക്കോട് ജില്ലയാണ്. ഈ കോഴിക്കോട് ജില്ല ഈ തുടക്കം കൊണ്ടാണ് സംസ്ഥാന തലത്തിലെ നേതാക്കന്മാരെ കോഴിക്കോട് രാജ്യം ബന്ധപ്പെടാനുള്ള കാലം ഉണ്ടായി. ഇവിടെയാണ് നമുക്ക് അതിന്റെ തുടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ 40 വർഷം മുമ്പ് ജോസഫ് ചെറിയാൻ സാറ് തുടക്കമിട്ട് സാറോമൻ സാർ സെക്രട്ടറി ആയിക്കൊണ്ടാണ് ഈ സംഘടന തുടക്കം വന്നത്. അതിപ്പോ 40 വർഷമായി. ഇപ്പോ ഈ 40 വർഷം കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടുന്ന ഒരു സഹായധനത്തിന്റെ പദ്ധതി കൂടി ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അസോസിയേഷന്റെ പെൻഷൻ സ്കീം വന്നിട്ടുണ്ട് അല്ലേ? പെൻഷൻ ഓക്കെ. അല്ല, മരണപ്പെട്ട് കഴിഞ്ഞാല് ആശുപത്രി അങ്ങനല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കൂടി അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് 10 ലക്ഷം രൂപയോളം ഇതിനടുത്ത് ഇന്ന് സംഘടന കൊടുത്തുകൊണ്ടിരിക്കുന്നു. 10 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് മരണാനന്തരം ആ കുടുംബത്തിന്. ഇപ്പൊ ഈ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷനിൽ നമ്മളെല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. നമ്മൾ എടുക്കുന്നത് പറഞ്ഞാൽ ശരിക്കും കൊമേഴ്ഷ്യൽ മാത്രം. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ഇന്ന് വരെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടില്ല. ഇന്ന് മാറിയിട്ട് ഈ ഒരു അവാർഡ് വിന്നിംഗ് ഫോട്ടോഗ്രാഫിയിലേക്കും ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതികളിലേക്കും പോകുമ്പോൾ പിന്നെ ബാനറിന്റെ മനുഷ്യമൃഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ സബ്ജക്ട് വെച്ചിട്ടല്ല ഫോട്ടോഗ്രാഫി മത്സരം അന്ന് നടത്തിയത്. അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം പോയ സമയത്ത് അപ്പൊ ആ ഒരു പിക്ചർ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഒരു പോസ്റ്ററിന്റെ താഴത്ത് ഒരു അലക്ഷ്യമായ രൂപത്തിൽ കിടക്കുകയാണ്. പക്ഷെ അതിന്റെ നേരെ മുകളിൽ എഴുതിയ പോസ്റ്റർ മനുഷ്യമൃഗം എന്ന് പറഞ്ഞൊരു പിക്ചറാണ്. അപ്പൊ അതിന്റെ ഒരു കോമ്പോസിഷനും ഇത് 3 തവണയാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ പൈസ കിട്ടുന്നത്. 1985 കോഴിക്കോട് നടത്തിയ ഒരു ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് അതിനൊരു പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അതേ തന്നെ 1985 തന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയ ഫോട്ടോഗ്രാഫി ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന, അതായത് രാവിലെ 8:30 മണിക്ക് ക്ലാസ് തുടങ്ങി പിറ്റേ ഹൗ ഡു യു അപ്രോച്ച് യുവർ സബ്ജക്ട്? എത്ര മെമ്പർമാരുണ്ടെന്ന് പറയുന്നത്? 10,000 ഉണ്ട്. നിങ്ങളെ സംഘടന രീതി ഒന്ന് ആളുകൾക്ക് അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. കാരണം യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് വരെ എത്തില്ല. അപ്പൊ അതിന്റെ ഒരു ആ പോകുന്ന വഴി യൂണിറ്റാണ്. തുടക്കം തുടക്കം യൂണിറ്റാണ്. യൂണിറ്റില് ആണ് സംഘടന തുടങ്ങുന്നത്. ഈ യൂണിറ്റ് ശക്തിപ്പെട്ടതിന് ശേഷമാണ് മേഖലയ്ക്ക് വരുന്നത്. അതിന് മേഖല ശക്തിപ്പെട്ടതിന് ശേഷമാണ് ജില്ലയിലേക്ക് വരുന്നത്. ജില്ലയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പൊ ആദ്യപടി യൂണിറ്റാണ്. യൂണിറ്റ് ശക്തിപ്പെട്ടാൽ മാത്രമേ സംസ്ഥാനം ശക്തിപ്പെടുകയുള്ളൂ. ആ രീതിയിലാണ് സംഘടന പ്രവർത്തനം. അങ്ങനെയുള്ള യൂണിറ്റിന്റെ മാസത്തിലുള്ള ഒരു രീതികളാണ് ആഘോഷിച്ചത് അല്ലെ? അങ്ങനത്തെ ഒരു യൂണിറ്റിന്റെ അങ്ങനെ 10,000 അല്ല, ഒരു 1000-കണക്കിന് യൂണിറ്റുകൾ ഇന്നിപ്പോ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. അതല്ല പറയുന്നത്? അതെ. ഓക്കെ. ഈ സ്റ്റുഡിയോ തന്നെ ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 980 45 വർഷങ്ങൾ. അതിനു മുമ്പ് കോഴിക്കോട്
കോഴിക്കോട് പഴയ ബോംബെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ബോംബെ സ്റ്റുഡിയോ. അവിടെ 1960 ഡാർക്കും വർക്ക് പഠിക്കാൻ വേണ്ടി കയറി. 1960 ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ഓക്കെ. ഇപ്പം 65 വർഷമായി, 40, 25, 65 വർഷമായി ഈ ഫീൽഡിൽ ഇന്നും സജീവമായിട്ടുണ്ട്. നമ്മളെ ഈ AKPA ഇതിൽ ഏറ്റവും തലമുതിർന്ന മെമ്പർ ഞാൻ നിന്ന് പരിചയപ്പെടുത്തി തന്നത്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഫീൽഡിലും ഇവിടുത്തെ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫിന്റെ എന്തൊക്കെ ആണ് മെച്ചപ്പെടുത്താനുള്ളത്? എന്നിട്ട് പുതിയ സാങ്കേതിക വിദ്യ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചോളം വലിയൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാ ഫോട്ടോഗ്രാഫർമാരും തയ്യാറാവണം, എന്നാലും നീ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു, ഇതിലില്ലാത്ത ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കും. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തമാശയാണ്, എങ്ങനെയാണ് ഇതിലില്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക, ഞാൻ തമാശയായിട്ട് കളിയാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും ആ ക്യാമറ വരും എന്ന് നമ്മുടെ കോഴിക്കോട്ടെ പഴയ നേതാവായ TK ഗിരീഷ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പിന്നീട് ഇതില്ലാതെ ക്യാമറ വന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. അപ്പൊ ലോകം മുഴുവൻ ഫോട്ടോഗ്രാഫിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ കൂടി ഫോട്ടോഗ്രാഫിയിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ലോകത്തിൽ. ആദ്യമായിട്ട് ഫോട്ടോ ഫെസ്റ്റ് നടത്തി കോഴിക്കോട്ടാണ്. ഇന്ന് കാണുന്ന കേരളത്തിലെ ഫോട്ടോ ഫെസ്റ്റ് എന്ന മഹാസംഭവത്തിന്റെ തുടക്കം കോഴിക്കോട് ജില്ലയിലാണ്. ഫോട്ടോഗ്രാഫി മേഖലയിൽ കോഴിക്കോടിലേക്ക് ഇന്ന് വന്ന മാറ്റങ്ങൾക്ക് കാരണം തലമുതിർന്ന എത്രയോ നേതാക്കന്മാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സംഘടന 40 വർഷം ഇവിടെ നിലനിന്നതും ഒരു കുടുംബം ഒരു അംഗം നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കിട്ടേണ്ട സാഹചര്യം ഒരുക്കിയതും ഇതിന് മുൻപ് പ്രവർത്തിച്ച ഓരോ മെമ്പർമാരുടെയും അനുഗ്രഹം കൂടി ഇതിലുണ്ടെന്നുള്ളത് കൂടി നമ്മൾ മറക്കാതിരിക്കണം. ജോസഫ് ചെറിയാൻ സാരൻ സാറ് അതുപോലെ അവരുടെ കോഴിക്കോട് ജില്ലയിലേക്ക് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ TR ചന്ദ്രൻ, കൃഷ്ണൻകുട്ടിയേട്ടൻ, അതുപോലെ ഭാസ്കരേട്ടൻ, രാഘവേട്ടൻ, സുകുമാരേട്ടൻ, ഇങ്ങനെ തലമുതിർന്ന ധാരാളം ആളുകൾ കോഴിക്കോടുണ്ടായിരുന്നു. അവിടെയെല്ലാം പ്രയാസത്തിന്റെ ഫലമാണെന്ന് ഈ സംഘടന ഈ 40 വർഷത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ നമ്മൾ നന്ദിപൂർവ്വം ഈ സമയത്ത് സ്മരിച്ചുകൂടി ചെയ്യുകയാണ്.